നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒർവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശക്തമായ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലാണ് കാട്ടകാമ്പാൽ, പുന്നയൂർക്കുളം, വടക്കേക്കാട് മേഖലകളിൽ നാശനഷ്ടമുണ്ടായത്. കൃഷിയിടങ്ങൾ നശിച്ചു. മരങ്ങൾ വീണ് വീടുകൾക്കും നാശനഷ്ടം. വൈദ്യുതി ബന്ധവും തകരാറിലായി. കണി കാണാനൊരുങ്ങി മലയാളികൾ. പുതിയ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു വിഷുദിനം കൂടി. വിഷു ചന്തകളും സജീവം. ഓശാന ഞായർ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് തുടക്കമായി. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. മത്സ്യബന്ധനത്തിനിടെ ഹൃദയാഘാതം മൂലം മത്സ്യത്തൊഴിലാളി മരിച്ചു. ചാവക്കാട് കൂട്ടായി സ്വദേശി കുറിയൻപുരയ്ക്കൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ മകൻ 51 വയസ്സുള്ള ഷാഫിയാണ് മരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒർവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലിസ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്കും തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. വീടിന്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അതിൻ്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. അവർ വഴി കേസെടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്ടുകാര് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഞാൻ ജോലി സ്ഥലത്തും വൈഫ് ഹൗസിലും. അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണ്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ് വീട്ടിലെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ KP ബാലകൃഷ്ണൻ, M അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായി നാശനഷ്ടം. പെങ്ങാമുക്ക്, കാട്ടകമ്പാൽ, നടുമുറി, ചിറക്കൽ എന്നിവിടങ്ങളിൽ മരം പൊട്ടിവീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പെങ്ങാമുക്ക് കൊട്ടിലിങ്ങൽ ഗിരീഷ്, മണ്ടുമ്പാൽ ബേബി, ഗോപി കൊട്ടേക്കാട്ട്, ഷാജി മൂലേപ്പാട്ട്, കരുവലത്ത് ഗോപി, പാത്തുമ്മ വലിയ വീട്ടിൽ, ചന്ദ്രൻ വലംതറയിൽ, പ്രീത പനരാശ്ശേരി, ചന്ദ്രൻ കാരണംകോട്ട്, ജയറാം, സന്തോഷ് എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. മേഖലയിൽ 50ഓളം പോസ്റ്റുകൾ മരം വീണ് തകർന്നിട്ടുണ്ട്. തോലത്ത് ബിന്ദുമോൾ, ബഷീർ, ചെറുവത്തൂർ വർഗീസ്, രായമരക്കാർ വീട്ടിൽ ഷബീർ എന്നിവരുടെ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കിളിയമ്പറമ്പിൽ ചന്ദ്രിക, കണ്ടംപുള്ളി അനൂപ്, ഗംഗാധരൻ എന്നിവരുടെ കൃഷി നശിച്ചു. നിരവധി മരക്കൊമ്പുകൾ പൊട്ടിവീണു. ഗതാഗതവും സ്തംഭിച്ചു. സ്രായിക്കടവ്, നടുമുറി ഭാഗത്തും മരങ്ങൾ വീണ പോസ്റ്റുകൾ തകർന്നു. KCB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. സംസ്ഥാന സർക്കാർ, റവന്യൂ വകുപ്പ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തും നാശം സംഭവിച്ചവർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് രാമപുരം 2ാം വാർഡ് ജനപ്രതിനിധി MS മണികണ്ഠൻ ആവശ്യപ്പെട്ടു. കവുങ്ങ്, വാഴ തുടങ്ങി കർഷകരെയും ബാധിക്കുകയാണ്. ഒട്ടനവധി ആളുകൾ, പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായി ഇടപെട്ടുകൊണ്ട് ആളുകളെ സഹായിക്കണമെന്ന് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം വാർഡിലെ 2ാം വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കൊച്ചന്നൂർ, ചമ്മന്നൂർ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. ചമ്മന്നൂർ അറക്കൽ മുജീബ്, അബ്ദു, ഷനോജ്, എരണ്ടക്കട്ടയിൽ ഖാദർ, കൈപ്പടയിൽ മുസ്തഫ, മുപ്പടയിൽ റഫീഖ്, പരത്തിവളപ്പിൽ ചന്ദ്രൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കൃഷിനാശം ഉണ്ടായത്. അറക്കൽ മുജീബിന്റെ വിളവെടുക്കാറായ വിവിധ ഇനങ്ങളിലുള്ള 300ഓളം വാഴകളും കായ്ച്ചു നിൽക്കുന്ന ജാതിമരങ്ങളും കവുങ്ങുകളുമാണ് ഒടിഞ്ഞു വീണത്. ഓടിട്ട ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് തെങ്ങ് വീണ് ഓടുകൾ തകർന്നു. ചുമരിനും നാശനഷ്ടം സംഭവിച്ചു. ചമ്മന്നൂർ ഷനോജ് അബ്ദുവിന്റെ വീട്ടിലെ നിരവധി വാഴകൾ, കവുങ്ങ്, ജാതി, മാവ് എന്നിവയും ഒടിഞ്ഞു വീണു.
ശക്തമായ കാറ്റിൽ വടക്കേക്കാട് മരം പൊട്ടിവീണ് കാർഷെഡ് തകർന്നു. കൊച്ചന്നൂർ എടക്കര മുഹമ്മദാലിയുടെ കാർഷെഡാണ് തകർന്നത്. വാഹനങ്ങൾക്ക് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ വീടിന് മുകളിലേക്ക് മരച്ചില്ല പൊട്ടിവീണു. കൊച്ചന്നൂർ സ്കൂളിന് സമീപം വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് തെങ്ങ് വീണു. കരിച്ചാൽക്കടവ്, പെങ്ങാമുക്ക് എന്നിവിടങ്ങളിലും കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിലംപൊത്തിയ മരങ്ങൾ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മേഖലയിൽ ഭാഗികമായി വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചമ്മന്നൂർ വേലായുധന്റെ കമല കേബിൾ നെറ്റ്വർക്ക് OFC കേബിളിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് ഇന്റർനെറ്റ് കേബിളിൽ സംവിധാനവും തകരാറിലായി. കേബിൾ ജീവനക്കാർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു. കാറ്റിൽ നാശം വിതച്ച് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ പഴഞ്ഞി വില്ലേജിൽ ഉൾപ്പെട്ട സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. ആളപായമില്ലെങ്കിലും പ്രദേശത്ത് നിരവധി കെട്ടിടങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും നാശമുണ്ടായി. കുന്നംകുളം തഹസീൽദാരുടെ നേതൃത്വത്തിൽ നാശനഷ്ടങ്ങളുടെ കണക്ക് ശേഖരിച്ചു വരുന്നു. ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി, പഞ്ചായത്ത്, റവന്യൂ ജീവനക്കാരുടെ ഏകോപനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ കളക്ടറും റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് മേഖലയിലുണ്ടായ വൻ നഷ്ടം വിലയിരുത്തണമെന്നും നഷ്ടപരിഹാരം നൽകാൻ വേണ്ട നടപടിയെടുക്കണമെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ആവശ്യപ്പെട്ടു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി NM റഫീഖ്, കാട്ടകമ്പൽ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, KK ഇക്ബാൽ, KSU മണ്ഡലം പ്രസിഡന്റ് അൻവർ ചിറയങ്കാട് എന്നിവരോടൊപ്പം നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലം K ജയശങ്കർ സന്ദർശിച്ചു. മഴ വിട്ടുപോകാത്ത സാഹചര്യത്തിൽ കൊയ്ത്തുകഴിഞ്ഞ അമ്പലപ്പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ലുകൾ അടിയന്തരമായി കയറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള നടപടികളും കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു. കൊയ്ത്തുകഴിഞ്ഞ പാടത്ത് മഴ നനഞ്ഞ് വൈക്കോൽ നശിച്ച കർഷകരുടെ ദുരിതം വേദനാജനകമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മത്സ്യബന്ധനത്തിനിടെ ഹൃദയാഘാതം മൂലം മത്സ്യത്തൊഴിലാളി മരിച്ചു. മലപ്പുറം കൂട്ടായി സ്വദേശി കുറിയൻപുരയ്ക്കൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ മകൻ 51 വയസ്സുള്ള ഷാഫിയാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മന്ദലാകുന്ന് ആഴക്കടലിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. തുടർന്ന് ചെറുവള്ളത്തിൽ കരയിലെത്തിച്ച ശേഷം ഷാഫിയെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ മരണം സംഭവിച്ചു. സജീവ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന ഷാഫി STUവിന്റെ നേതാവാണ്. ഫാത്തിമ ഭാര്യയും ഫൈസൽ, ഫാസില എന്നിവർ മക്കളുമാണ്. കണിയൊരുക്കി മലയാളക്കര. കണി കാണാനുള്ള ഒരുക്കപ്പാച്ചിലിലാണ് മലയാളക്കര. ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമാണ് വിഷുക്കണി മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. സ്വർണവർണ്ണമുള്ള കണിക്കൊന്ന പൂത്താൽ കേരളക്കരയ്ക്ക് വിഷുക്കാലമായി. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് വിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണിതെന്നും ശ്രീരാമൻ രാവണനെ കീഴ്പ്പെടുത്തിയ ദിവസമാണ് വിഷുവെന്നുമാണ് ഐതിഹ്യം. കാർഷിക സമൃദ്ധിക്കും പ്രാധാന്യമുള്ള മാസം കൂടിയാണ് മേടം. മേടമൊന്ന് വിഷുദിനത്തിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് കണിയൊരുക്കൽ. കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയും വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. നാളികേരം, അരി, വെറ്റില, അടയ്ക്ക, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം കണിയിൽ ഉൾപ്പെടുത്താം. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മുതിർന്നവരിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങുന്നതും ചിട്ടവട്ടമാണ്. വിഷുക്കഞ്ഞി, വിഷുക്കട്ട എന്നിങ്ങനെയുള്ള വിഭവങ്ങളും വീടുകളിൽ തയ്യാറാക്കാറുണ്ട്. തൊടിയിലെ ചക്കയും മാങ്ങയുമാണ് വിഷുസദ്യയിൽ ആദ്യകാലത്ത് സ്ഥാനം പിടിക്കാറുള്ളതെങ്കിലും ഇന്നത് മാറി. എങ്കിലും സദ്യവട്ടവും മലയാളികൾ കെങ്കേമമാക്കും. വിഷുപ്പടക്കവും ലാത്തിരി പൂത്തിരി മത്താപ്പുകളും ശബ്ദ നിറക്കാഴ്ചകൾ സമ്മാനിച്ച് വിഷു ആഘോഷവും പൊടിപൊടിക്കുകയാണ് മലയാളികൾ. പടക്കങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവിന്യാസവും കൂടിയാണ് മലയാളിക്ക് വിഷു ആഘോഷം. വിഷു പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണിയിൽ തിരക്കോട് തിരക്കാണ്.
മുൻവർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇക്കുറി പടക്കത്തിന് ചെറിയ വില കൂടുതലുണ്ട്. പുതിയ മോഡൽ പടക്കങ്ങളും കമ്പിത്തിരിയും വിഷുചക്രങ്ങളും മേശപ്പൂവുമെല്ലാം വിപണിയെ ആകർഷകമാക്കുന്നു. പൊട്ടിവിടരുന്ന ഇന്ത്യൻ ഡ്രാഗൺ, മാനത്ത് തീതുപ്പി കത്തിജ്വലിക്കുന്ന ചൈനീസ് ഡ്രാഗൺ, ഒരു വലിയ പൂമാലയാകുന്ന ഫ്ലവർ എവറസ്റ്റ് ഭീമൻ മേശപ്പൂ എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. ചൈനീസ് മോഡലിന്റെ പാത പിന്തുടർന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പലയിനം പടക്കങ്ങളും ഇക്കുറി വിപണി കീഴടക്കാനെത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത പതിവുകാരായ കമ്പിത്തിരി, മത്താപ്പ്, ഓലപ്പടക്കം, മാലപ്പടക്കം എന്നിവയും. അവസാനത്തെ ഓട്ടപ്പാച്ചിലായതോടെ ആവശ്യക്കാർ കൂടുതലുള്ള ഇനങ്ങൾക്ക് വില ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ടൗണുകളിൽ ലൈസൻസ് ഉള്ളവർ മാത്രം പടക്കം വ്യാപാരം നടത്തുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ താൽക്കാലിക കച്ചവടക്കാർ വഴിയോരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നും സജീവമാണ്. വ്യക്തികളും കൂട്ടായ്മകളും മുൻകൈയെടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് പാക്കായും പടക്കം ആവശ്യക്കാർക്ക് എത്തിക്കുന്നുണ്ട്. മുന്തിയ ഇനങ്ങൾ പലതും വന്നെങ്കിലും കൂടുതൽ ആവശ്യക്കാരുള്ളത് പരമ്പരാഗത ഇനങ്ങൾക്ക് തന്നെയാണ്. വിഷുദിനം തലേനാൾ രാത്രിയും വിഷുദിനത്തിലും എല്ലാവരും പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്നത് പഴയ കാലത്തിലെ പോലെ തന്നെ എല്ലാ മലയാളികളും ഇപ്പോഴും തുടരുക തന്നെയാണ്. തങ്കമണിക്ക് വിഷുക്കൈ നീട്ടമായി സ്വപ്നഭവനം സമ്മാനിച്ച് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വാർഡിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽക്കുന്നിലുള്ള കാണത്തേടത്ത് തങ്കമണിയുടെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ 11 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ നിർമ്മാണം പൂർത്തിയായ ആദ്യ വീടാണ് തങ്കമണിയുടേത്. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം 2017 നമ്മൾ ആദ്യഘട്ടവും അത് കഴിഞ്ഞ് 2020 രണ്ടാമത്തെ ഘട്ടവും കൂടിയായിട്ട് 4,32,000 വീടുകൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയായി നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്വപ്നമാണ് ഒരു തല ചായ്ക്കാൻ ഒരു ഇടം എന്നുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ ആ സ്വപ്നം ഇന്ന് ഓരോരുത്തരുടെയും സ്വപ്നം വിജയിക്കുകയാണ്. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എം പീതാംബരൻ, വാർഡ് വികസന സമിതി കൺവീനർ കെ എ രമേശ്, ഗ്രാമപഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം കെ ആന്റണി എന്നിവർ സംസാരിച്ചു. താക്കോൽദാനത്തെ തുടർന്ന് ഗൃഹപ്രവേശനം നടത്തി. പുതിയ വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങുമുണ്ടായിരുന്നു. തങ്കമണിയും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി എന്നിവർ ചേർന്ന് അടുപ്പിൽ തീ പകർന്നാണ് പാലുകാച്ചൽ നടത്തിയത്. ഭർത്താവ് മരിച്ച തങ്കമണിയും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബം കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഈ വർഷത്തെ വിഷു ആഘോഷിക്കാനൊരുങ്ങുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശ്വാസി സമൂഹം കുരുത്തോല പ്രദക്ഷിണ നടത്തി. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ ഒലിവിന്റെ ചില്ലകളേന്തി ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചതിന്റെ അനുസ്മരണമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചത്. അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവു മാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് ശനിയാഴ്ച രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ട്രയൽ റൺ നടത്തിയപ്പോൾ പ്ലാന്റിൽ നിന്ന് അതിരൂക്ഷമായ ദുർഗന്ധമുയർന്നിരുന്നു. ഇത് കിലോമീറ്ററുകളോളം വ്യാപിക്കുകയും തളി മഖാമിൽ നടന്നിരുന്ന ഉറൂസ് തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തിചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു.
വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങള് വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് നന്നാക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരില് ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കെന്നുകൂടി പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഞാൻ ഈ പ്ലാന്റിന് ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്ത് ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇന്നലെ രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. സ്ത്രീകളും പെണ്ണുങ്ങളും ഇവിടെ സമ്മതിക്കില്ല, കുട്ടികളടക്കം ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മുൻനിരയില് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒപ്പം ഉണ്ടാവും. കോടതിയിൽ വരെ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൌൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, വിപിൻ കുടിയേടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതൊരു കുട്ടിക്ക് രാത്രിയുടെ അടിയേറ്റു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി കുത്തിയത് ശരിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മസമീപനം പാലിച്ചത് ഒരുത്തനെയും പേടിക്കാൻ വേണ്ടിയല്ല. കാക്കി ഉടുപ്പിനെ ഞങ്ങൾ ബഹുമാനിക്കും. കാക്കി ഉടുപ്പിട്ട് തമ്മാടികളായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ UDF പുന്നൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. പുന്നൂക്കാവ് സെന്ററിൽ നടന്ന സമരം മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. കൺവീനർ PP ബാബു, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, മറ്റു നേതാക്കളായ മന്ദലാങ്കുന്ന് മുഹമ്മദുണ്ണി, അബൂബക്കർ കുന്നംകാടൻ, NR ഗഫൂർ, P. രാജൻ, മൂസ ആലത്തയിൽ, KH ആബിദ്, മൂത്തേടത്ത് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം വിഷുദിനത്തിൽ നാടിന് സമർപ്പിക്കും. മറ്റം പൈനിത്തടത്ത് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാനും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചെരുവിൽ മുഖ്യാതിഥിയാകും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ലറ്റിക് കോച്ച് PB ജയകുമാർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ഉദ്ഘാടന ചടങ്ങിനു ശേഷം റെഡ്കോ നാട്യകലാവേദി അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി മുതൽ തൃശൂർ പാട്ടുകൂട്ടം ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുണ്ടായിരിക്കും. പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളുടെ അവതരണവും നടക്കും. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാടത്തേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കോട്ടോൾ സ്വദേശി കൊടിയത്ത് അനിൽകുമാർ, നിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡും തകർത്ത് പാടത്തേക്ക് മറിയുകയായിരുന്നു. പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്ന കുന്നംകുളം SI CP ജാബീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആംബുലൻസ് വിളിച്ചുവരുത്തി പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൊച്ചനൂർ ഗവൺമെന്റ് സ്കൂളിന്റെ കളിസ്ഥലം കയ്യേറി റോഡ് വെട്ടാനുള്ള ശ്രമം കോടതി തടഞ്ഞു. സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ കെട്ടുന്നതിനുള്ള താൽക്കാലിക സ്റ്റേയാണ് കോടതി വിധിയെ തുടർന്ന് നീങ്ങിയത്. സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കളിസ്ഥലം നവീകരിക്കാനായി NK അക്ബർ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 31 ലക്ഷം രൂപ അനുവദിച്ച് കളിസ്ഥലത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇതോടെ കളിസ്ഥലത്തിനു സമീപം താമസിക്കുന്ന സ്വകാര്യ വ്യക്തി സ്കൂൾ ഗ്രൗണ്ടിന്റെ കിഴക്കുവശം ചേർന്ന് 10 അടി വീതിയിലുള്ള റോഡിൽ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തി. സ്കൂൾ അധികൃതർ മതിൽ കെട്ടി ഗതാഗതം തടയുകയാണെന്നും ആരോപിച്ചു.
വിഷയത്തിൽ കളക്ടർ, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരെ എതിർകക്ഷികളാക്കി ചാവക്കാട് മുൻസിഫ് കോടതിയിൽ ഹർജിയും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് മുൻപ് സ്ഥലം പരിശോധിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. സ്കൂൾ ഗ്രൗണ്ടിലൂടെയുള്ള വഴി ഹർജിക്കാരൻ കേസ് കൊടുക്കുന്നതിന്റെ തൊട്ടുമുൻപ് കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും ആ വഴി ചെന്നെത്തുന്നത് ഒരു സ്വകാര്യ റോഡിലേക്കാണെന്നും ഹർജിക്കാരൻ സർക്കാർ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചതാണെന്നുമുള്ള സർക്കാർ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള താൽക്കാലിക സ്റ്റേ കോടതി തള്ളിയത്. സർക്കാരിനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ, അഡ്വക്കേറ്റ് KK സിന്ധു എന്നിവർ ഹാജരായി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കരിയന്നൂരിൽ ജാഗ്രതാ സമിതി രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാലം പരിസരത്ത് നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കുഞ്ഞുമോൻ കരിയന്നൂർ, NK കബീർ, KR മണികണ്ഠൻ, കൈരളി വായനശാല പ്രതിനിധി TR ഉണ്ണികൃഷ്ണൻ, രശ്മി ക്ലബ് പ്രതിനിധി PS അനൽ, ഡോക്ടർ സുധീഷ് കുമാർ, വിജയൻ കണ്ടമ്പുള്ളി, രഘു കരിയന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെയും സംരക്ഷിക്കില്ലെന്നും നാട്ടിൽ ലഹരി വ്യാപനവുമായി എത്തുന്നവരെ നിരീക്ഷിക്കുവാനും യോഗം തീരുമാനിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് മുളങ്കുന്നത്തുകാവ് ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ ചെയർപേഴ്സണും ചന്ദ്രൻ തേറുപറമ്പിൽ കൺവീനറുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ, വായനശാല പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി 21 അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും നടന്നു. മറ്റം ഇടവകയിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലഹരിക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ ദീപം തെളിയിക്കലും പ്രതിജ്ഞയും നടന്നു. ഞായറാഴ്ച രാവിലെ ഓശാന തിരുകർമ്മങ്ങൾക്ക് ശേഷം പള്ളിയങ്കണത്തിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി എടക്കളത്തൂർ അധ്യക്ഷനായി. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സണ്ണി എടക്കളത്തൂർ, കൈക്കാരൻ CK ജോയ്, ഭക്തസംഘടന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോൺസൺ കാക്കശ്ശേരി, KCYM യൂണിറ്റ് പ്രസിഡന്റ് എബ്രിൻ ഷാജൻ, CLC പ്രസിഡന്റ് എൽദോ ജെറി എന്നിവർ ദീപം തെളിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അൽഫോൺസ് റാഫേൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡീക്കൻ മെൽവിൻ സന്നിഹിതനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ്, ട്രഷറർ CJ ബാബു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റാഫേൽ കാക്കശ്ശേരി, EJ ജോഫി, റിജോ തരകൻ, ജാൻസി ടീച്ചർ, ER ജെയിംസ്, ലിസ്റ്റൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണു. വടക്കേക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മണികണ്ഠേശ്വരത്ത് കല്ലൂരിൽ ചെട്ടിയാട്ടിൽ പറമ്പ് ഇല്ലത്തയിൽ അബ്ദുൾ അസീസിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ മുകൾ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. വാർഡംഗം ഫസലുൽ അലി സ്ഥലത്തെത്തി. ലാസിയോ ആർട്സ്, സ്പോർട്സ് ആൻഡ് ചാരിറ്റി ക്ലബ് ആനക്കല്ലിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുമായി സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മധു വിശിഷ്ടാതിഥിയായി. വാർഡ് മെമ്പർ ഗിരിജ, ക്ലബ്ബ് മെമ്പർമാരായ ആദർശ്, അർഷാദ്, സച്ചിൻ, സഹൽ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 9 മുതൽ 1 മണി വരെയായിരുന്നു ക്യാമ്പ്. വാഴകൃഷിയിലും താരമാവുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാർ. കൃഷി ജീവവായുവായി കാണുന്ന ദിലീപ് ചെയ്യുന്ന കൃഷിയിൽ 100 മേനി വിളവും കൊയ്യും. വേലൂർ കിരാലൂർ പെരുമ്പിള്ളിപ്പാട്ട് ഫെസലിന്റെ പാട്ടത്തിനെടുത്ത 10 ഏക്കർ കൃഷിയിടത്തിൽ മറ്റ് വിളകളോടൊപ്പമാണ് വാഴ കൃഷി ചെയ്തിരിക്കുന്നത്. വിവിധയിനം വാഴകളുടെ പ്രദർശനത്തോട്ടം 3.5 ഏക്കറിലും മറ്റ് സ്ഥലത്ത് ചേന, കാച്ചിൽ, മഞ്ഞൾ, പൊടിക്കിഴങ്ങ്, തണ്ണിമത്തനടക്കം വിവിധ വിളകളാണ്. നേന്ത്രൻ, റോബസ്റ്റ്, ഗ്രാൻഡ് ലൈൻ, പൂവൻ, ഞാലി തുടങ്ങിയ 2500ഓളം വാഴകളാണ് തോട്ടത്തിലുള്ളത്. 40 കിലോ മുതൽ 52 കിലോ വരെ തൂക്കമുള്ള റോബസ്റ്റ് വാഴക്കുലകളാണ് തോട്ടത്തിലെ താരം. പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായുണ്ടായ കാറ്റിൽ 150ഓളം വാഴകൾ നശിച്ചുപോയെങ്കിലും കൃഷി ജീവിതമാർഗമായതിനാലും കൃഷിയോടുള്ള അഭിനിവേശവുമാണ് കൃഷിയിൽ തുടരാനുള്ള കാരണം. ഇതിലൊരു 2500 വാഴോളം നമ്മൾ പല ഇനം, അതായത് ഞാലിപ്പൂവൻ, പൂവൻ, റോബസ്റ്റ്, ഗ്രാൻഡ് ലൈൻ, നേന്ത്രൻ തന്നെ 2-3 ഐറ്റംസ് ചെയ്തു. അങ്ങനെ ചേന, ചേമ്പ്, കാച്ചിൽ, പൊടിക്കിഴങ്ങ്, കൊള്ളി, പച്ചക്കറികൾ, അങ്ങനെ എല്ലാ കൃഷികളും ഇതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് പോരുന്നതാണ്. ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കാറ്റിന് കുറച്ച് വാഴയുള്ള ഒരു 150 വാഴോളം ഒടിഞ്ഞു. എന്നാലും നമ്മൾ അതിന്നിങ്ങനെ ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും നമ്മൾ പിടിച്ചു നിന്ന് പോവാണ്. നമ്മൾ ഈ കൃഷിയോട് കൂടി തന്നെ മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ്. അതുകൊണ്ട് തുടക്കം തൊട്ട് ഒരു
12 വയസ്സിൽ തുടങ്ങിയാണ് കൃഷി. ഇപ്പോൾ എൻ്റെ മോനും അതിനോട് സഹായിക്കുന്നുണ്ട്, അതുപോലെ ഭാര്യ അതുപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അന്നന്നത്തെ ജീവിതം. കുന്നംകുളം അടുപ്പൂട്ടിപ്പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കൊടി ഉയർത്തി. ഏപ്രിൽ 22, 23 തീയതികളിലാണ് പെരുന്നാൾ നടക്കുന്നത്. 22-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം. 23-ന് ബുധനാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം. വൈകിട്ട് 4 മണിക്ക് പുത്തനങ്ങാടി കുരിശുപള്ളിയിലേക്ക് കൊടിയും സ്ലീബായും, തിരിച്ചു പള്ളിയിലെത്തിച്ചേർന്ന് ധൂപപ്രാർത്ഥന, തുടർന്ന് പൊതു നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. ശുശ്രൂഷകൾക്ക് UK, ആഫ്രിക്ക, യൂറോപ്പ് ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് K, കൺവീനർ TP വിജു, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഓശാന ഞായറിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്ത് രാജകീയമായി എഴുന്നള്ളിയതിന്റെ ഓർമ്മയ്ക്കായാണ് കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഓശാന പെരുന്നാൾ ആചരിക്കുന്നത്. ഈന്തപ്പനയോലകളും ഒലിവുമരച്ചില്ലകളും വഴിയിൽ വിരിച്ച് ജനങ്ങൾ ഓശാന ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന എന്നു പറഞ്ഞതിന്റെ പ്രതീകമായി ക്രിസ്തുമത വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തിയാണ് ഓശാനയുടെ ഓർമ്മ പുതുക്കിയത്. ക്രിസ്തുമത ജൂതമത ആരാധനയുടെ ഭാഗമാകുന്ന ഒരു വാക്കാണ് ഓശാന അഥവാ ഹോശന്ന. ഹീബ്രു ഭാഷയിൽ ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. ദൈവികമായ സഹായത്തിനായുള്ള ഒരു അപേക്ഷയാണിത്. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഓർസ്ലം നഗരികളെ അനുസ്മരിപ്പിക്കും വിധം യഹൂദ വേഷം ധരിച്ച് കൈകളിൽ കുരുത്തോലകളേന്തി നൃത്ത ചുവടുകളോടെ രാജാതിരാജനെ വരവേറ്റു. നൃത്ത ചുവടുകൾക്ക് CLC പാലയൂരും ഇടവകയിലെ കൊച്ചുകുട്ടികളും നേതൃത്വം നൽകി. ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രത്തിൽ 30 ഞായർ തിരുനാളിന്റെ ഭാഗമായി വൈകിട്ട് 3-ന് തളിയക്കുളകരയിൽ സമൂഹ മാമോദിസ ഉണ്ടാകും. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പെസഹ ദിനം ആചരിക്കും. തീർത്ഥകേന്ദ്രത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പുളിപ്പില്ലാത്ത അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും. അന്നേ ദിവസം ജീവകാരുണ്യ ആരാധനയും വൈകിട്ട് 7-ന് പൊതു ആരാധനയും ഉണ്ടാകും. ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ, ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാക്കയിൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ PL ലോറൻസ്, തോമസ് വാക്കയിൽ, സിമി ഫ്രാൻസിസ്, ഡാർലി ജെയിംസ്, പാലിയൂർ മഹാസ്ലീഹ മീഡിയ സെൽ അംഗങ്ങളായ ആൽബിൻ തോമസ്, ആൽബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ചൊവ്വന്നൂർ പുഷ്പാരാം കോൺവെന്റിൽ രാവിലെ 6:30 ഓശാന തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. കുരുത്തോല ആശീർവാദത്തിനു ശേഷം കുരുത്തോല കൈകളിലേന്തി നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന പ്രദക്ഷിണം ദേവാലയത്തിലെത്തി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ ഏക്ടൺ പെല്ലിശ്ശേരി സന്ദേശം നൽകി. CLC അംഗങ്ങൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡിലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം അടുപ്പൂട്ടിപ്പള്ളിയിൽ രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, കുരുത്തോല വാഴ്വ് എന്നിവ ഉണ്ടായി. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മറ്റം സെന്റ് തോമസ് ഇടവകയിൽ രാവിലെ 6:30 നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നിന്നാണ് ഓശാന തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പ്രദക്ഷിണമായി വിശ്വാസികൾ ഇടവക പള്ളിയിലെത്തി ദിവ്യബലി അർപ്പിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി. ഡീക്കൻ മെൽവിൻ ചൊവ്വലൂർ സന്ദേശം നൽകി. യൂത്ത് CLC ഒരുക്കിയ ഓശാന ഞായർ ദൃശ്യാവിഷ്കാരം ആകർഷകമായി. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി പ്രാർത്ഥനാ ഹാളിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വൈദികരായ ഷാജി കൊച്ചുപുറത്ത്, തോമസ് ഊക്കൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 7 മണിയോടെ ആഘോഷമായ കുരുത്തോല വെഞ്ചിരിപ്പ്, പ്രദക്ഷിണം, ദിവ്യബലി തുടങ്ങിയവയും നടന്നു. കോട്ടപ്പടി ബദനി കോൺവെന്റ് സ്കൂളിൽ നിന്നാരംഭിച്ച കുരുത്തോല പ്രദക്ഷിണത്തിന് KP പോളി, ബാബു VK തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹെയ്ൻ റോസ്, ആൻമേരി, അൻസ, ഏഞ്ചൽ, അൽന തുടങ്ങിയവർ പങ്കെടുത്ത നൃത്യങ്ങളും അരങ്ങേറി. മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾ സെന്റ് ഫ്രാൻസിസ് സേവ്യർ കുരിശുപള്ളിയിൽ ആരംഭിച്ചു. വെഞ്ചരിച്ച കുരുത്തോലകളും കയ്യിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ചേർന്നു.
ശേഷം തിരുകർമ്മങ്ങൾ നടന്നു. ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് ഫാദർ സിനോജ് നീലങ്കാവിൽ നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജെയിംസ് വടക്കൻ, സിജോ MJ, രഞ്ജി മണ്ടുബാൽ, ജിജോ ചാഴൂർ, സാലി വിൻസൻ, പ്രീത വിൽസൺ, ബെസ്റ്റിൻ ആന്റണി, ടിൻഡു ജിജോ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേകം നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൺ ബിൻസ് മുട്ടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ഓശാന സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നിശ്ചല ദൃശ്യവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വെഞ്ചരിച്ച കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടത്തി. രാവിലെ വിശുദ്ധ കുർബാനയോടെ വൈദികൻ വെഞ്ചരിച്ച കുരുത്തോല വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം നടത്തുകയും ഓശാന വാതിലുകളിൽ 3 തവണ മുട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ട്രസ്റ്റിമാരായ KT സൈമൺ, PJ ഡേവിഡ്, EJ ബെന്നി, കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KJ ജിജോ എന്നിവരും യൂണിറ്റ് പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ ഓശാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വിവിധ ദേശക്കാരുടെ നേർച്ചയായി കഞ്ഞി പകർച്ചയും 1750 കിലോ കടുമാങ്ങയും ശുശ്രൂഷകൾക്ക് ശേഷം വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ കെശിമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ശുശ്രൂഷകൾ ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 8 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് 9 ഓശാന ശുശ്രൂഷയും കുരുത്തോല വാഴിക്കലും നടന്നു. തുടർന്ന് 10:45 വിശുദ്ധ കുർബാനയും കഞ്ഞി വഴിപാടും നടത്തി. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് നേതൃത്വം നൽകി. രാവിലെ 6:30 പ്രഭാത നമസ്കാരത്തോടുകൂടി ആരംഭിച്ചു. തുടർന്ന് കുരുത്തോല വാഴ്വും വിശുദ്ധ കുർബാനയും ഊട്ടും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോല വാഴ്വ് എന്നിവ ഉണ്ടായി. കുരുത്തോലകൾ മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും അവധുമാലാഖ ചൊല്ലി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ മദ്ബഹ ശുശ്രൂഷകൾക്കും വിശ്വാസികൾക്ക് നൽകി. പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ 100 കണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകർ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി. ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി. ഞായറാഴ്ച രാത്രിയിൽ ഫാദർ സിജു മാത്യു വചന സന്ദേശം നൽകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ലിജിൻ കുര്യൻ, ഫാദർ ഷിബിൻ പോൾ എന്നിവർ വചന പ്രഘോഷണം നടത്തും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6 കുർബാന, ഉച്ചയ്ക്ക് 2:30 പെസഹ ഊട്ടും നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9 യാമ പ്രാർത്ഥനകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10 കുർബാന, വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8 ഉയർപ്പ് ശുശ്രൂഷകൾ നടക്കും. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല വെഞ്ചരിപ്പും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയം ചുറ്റി കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഇടവക ട്രസ്റ്റിമാർ, സംഘടന, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ രാവിലെ കുരുത്തോലയേന്തി സഹവികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഓശാനയുടെ കുരുത്തോല വാഴ്വിന്റെ പ്രത്യേക ശുശ്രൂഷയും പ്രദക്ഷിണവും ഊട്ടുമുണ്ടായിരുന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പോസ്റ്റ് കോവിഡ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ നടന്ന ക്യാമ്പ് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ബാബു ജോസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നവീകരണം നടത്തിയ വീടുകളുടെ സമർപ്പണവും ഭവന നവീകരണ സഹായധന വിതരണം നൽകുന്നതിനുള്ള ചെക്കും ട്രസ്റ്റ് ചെയർമാൻ ബാബു ജോസ് NMK നബീലിന് കൈമാറി.
സിനിമാ നാടക നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, പ്രീതി ബാബു, വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, സെന്റ് സിറിയക് ചർച്ച് വയലത്തൂർ വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി തലക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടന്ന ക്യാമ്പിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോസ് ഫ്രാൻസിസ്, പൾമണോളജിസ്റ്റ് ഡോക്ടർ KA അനു എന്നിവർ പരിശോധന നടത്തി. ലിവർ സിറോസിസ്, ഹൈപ്പറ്റൈറ്റിസ്, കോവിഡാനന്തര കരൾ രോഗങ്ങൾ എന്നിവ തിരിച്ചറിയാനുള്ള ഫൈബ്രോസ്കാൻ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവ സൗജന്യമായാണ് ചെയ്തത്. കേരള പ്രവാസി സംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ KK യോഗേഷ് അധ്യക്ഷത വഹിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് സുരേഷ് ചന്ദ്രൻ, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി പ്രദീപ് കുമാർ, ഏരിയ പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KM സെയ്ദ് മുഹമ്മദ്, സെക്രട്ടറി MM ശ്രീനിവാസൻ, ട്രഷറർ KK യോഗേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. വിഷുവിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ വിഷു ചന്തകൾ സജീവമാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കൃഷിഭവനിൽ ആരംഭിച്ച വിഷു ഈസ്റ്റർ വിപണിയുടെ ഉദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് നിർവഹിച്ചു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ, തണ്ണിമത്തൻ, കണിവെള്ളരി എന്നിവയും കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജില്ലയിലെ കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിച്ച നാടൻ പച്ചക്കറികളും ഉൾപ്പെടുത്തിയാണ് 3 ദിവസങ്ങളിലായി വിഷുചന്ത നടത്തിയത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷിഭവൻ ഓഫീസർ S ജയൻ പദ്ധതി വിശദീകരിച്ചു. ശ്രീലേഖ, സ്വപ്ന, സുബൈദ എന്നിവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ മനസ്സ് വിധവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷവും അരി പച്ചക്കറി കിറ്റ് വിതരണവും നടത്തി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ ജിന്നി കുരുവിള വിഷു ഈസ്റ്റർ സന്ദേശം നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ അരി പച്ചക്കറി കിറ്റ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം YWCA പ്രസിഡന്റ് പ്രിയ ജിന്നി മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തകൻ അയ്യപ്പൻ പരങ്ങാട്ട്, മനസ്സ് വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, കുന്നംകുളം മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട്, മുൻ വാർഡ് കൗൺസിലർ VG അനിൽ, ഓപ്പൺ ഫോർ ന്യൂസ് റിപ്പോർട്ടർ പ്രദീപ് മാസ്റ്റർ, സംഗീതാധ്യാപകൻ ഷാജി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി സ്വാഗതവും മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുനിത ഷൈജൻ നന്ദിയും പറഞ്ഞു. കോട്ടപ്പടി CPIM ചൂൽപ്പുറം നോർത്ത് ബ്രാഞ്ചിന്റെയും ഗുരുവായൂർ നഗരസഭ 32ാം വാർഡ് വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും വിഷു ഈസ്റ്റർ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കോട്ടപ്പടി സ്വാതി നഗറിൽ ചേർന്ന പരിപാടി ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ SHO പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മോസിൻ മംഗലത്ത് അധ്യക്ഷനായി. വാർഡ് കൗൺസിലറും ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AS മനോജ്, ചാവക്കാട് പോക്സോ കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, ജലീൽ കൊമ്പത്തയിൽ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷുവാണ്യം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി മുണ്ടകൻ പാടത്ത് സജ്ജമാക്കിയ വേദിയിൽ 2 ദിവസങ്ങളിലായി നടന്ന വിഷുവാണ്യത്തിന്റെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നാരിയമ്പള്ളി അധ്യക്ഷനായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, VD ബിജു, ശശിധരൻ മനയിൽ, TA ഉണ്ണികൃഷ്ണൻ, ബൈജു പന്തായിൽ എന്നിവർ സംസാരിച്ചു. വിഷുവാണ്യത്തിന്റെ ഭാഗമായി നടന്ന നാടൻ വിഭവങ്ങളുടെ വിപണനമേളയിൽ കണിവെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറികളും ഉൾനാടൻ മത്സ്യങ്ങളും ഉൾപ്പെടെ വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിരുന്നു. വീരനാട്യം, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. കണ്ടാണശ്ശേരി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 5ാം വർഷമാണ് വിഷുവാണ്യം സംഘടിപ്പിക്കുന്നത്. പുന്നയൂർക്കുളം അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം ചെയ്തു. അണ്ടത്തോട് ക്ലബ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ PS അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ, ഭാരവാഹികളായ ഷെജീർ, അലി പുതുപ്പറമ്പിൽ, അജ്മൽ, ഫിറോസ്, അഷ്റഫ് ചോലയിൽ, അഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കടവാരത്ത് ഷോപ്പിംഗ് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വിഷുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ,
പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന വിജേഷ് കുട്ടനും ലതാ സൽഗുണനും ചേർന്ന് കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ രാമചന്ദ്രൻ കടവാരത്തിനു നൽകി നിർവഹിച്ചു. വിവിധതരം ചിപ്സുകൾ, പലഹാരങ്ങൾ, മസാലപ്പൊടികൾ, സോപ്പ്, ഫിനൈൽ, എണ്ണപ്പലഹാരങ്ങൾ, പായസം തുടങ്ങിയവ വിഷുവിപണിയിൽ ലഭ്യമാണ്. തിങ്കളാഴ്ച വിഷുചന്ത സമാപിക്കും. കോൺഗ്രസ് ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വിഷുക്കിറ്റ് വിതരണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ വിഷുക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, മറ്റം ക്ഷീരസംഘം KS വാസു, യൂത്ത് കോൺഗ്രസ് നേതാവ് അഖിൽ അറങ്ങാശ്ശേരി, പ്രാദേശിക നേതാക്കളായ RK സേതുമോൻ, സിംസൺ കുത്തൂർ എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായ ഷെൽജോ ബൽറാം, ഫ്രാഗി കുത്തൂർ, വിജീഷ് വിജയൻ, ജോൺസൺ അറങ്ങാശ്ശേരി, അജീഷ് വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. സമൂഹ ചിത്രരചന ഫാദർ ഡേവിസ് ചിറമലും സാംസ്കാരികോത്സവം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയും ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ നടന്ന ആദരവ് സന്ധ്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് AN സോമനാഥൻ അധ്യക്ഷനായി. ഗുരുവായൂർ മേൽശാന്തിയായിരുന്ന ശ്രീജിത്ത് തിരുമേനി, രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ BSF അംഗം PA സത്യനാഥൻ, MA സംസ്കൃതത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ AK കൃഷ്ണേന്ദു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് വേണു വാര്യർ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, മെമ്പർ PN അനിൽ മാസ്റ്റർ, പാടശേഖര സമിതി പ്രസിഡന്റ് വിശ്വനാഥൻ, ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, ബോർഡ് മെമ്പർ CL സൈമൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടും നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഹ്വാനപ്രകാരം കരിക്കാട് ഭട്ടിമുറി NSS കരയോഗം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ CP ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കരയോഗം അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ C വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. KR ഉണ്ണിക്കുട്ടൻ, C ഗംഗാധരൻ നായർ എന്നിവർ സംസാരിച്ചു. തിരുമനിയൂർ മൂന്നാംകല്ല് ദേശീയപാതയിൽ കാട്ടുപന്നിയെ അജ്ഞാത വാഹനം ഇടിച്ചു ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടുകാരാണ് കാട്ടുപന്നിയെ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെയാണ് പന്നിയെ വണ്ടിയിടിച്ചതെന്ന് കരുതുന്നു. വാർഡ് മെമ്പർ ബിന്ദു വനപാലകരെ അറിയിക്കുകയും തുടർന്ന് പന്നിയെ സംസ്കരിക്കുകയും ചെയ്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ സുവിശേഷ യോഗം നടത്തി. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6:15 നമസ്കാരം, 7 ഗാന ശുശ്രൂഷയും 7:15 വചന ശുശ്രൂഷയും നടന്നു. വെള്ളിയാഴ്ച ഫാദർ ജോർജ് ചാക്കോ വചന പ്രഘോഷണം നടത്തി. ശനിയാഴ്ച ഡീക്കൻ റിനു പ്രിൻസും ഞായറാഴ്ച റവറൻ ഫാദർ TC ജേക്കബും വചന ശുശ്രൂഷ നടത്തി. വികാരി ജോസഫ് ചെറുവത്തൂർ സമാപന സന്ദേശം നൽകി. ഫാദർ സജയ് ജോസ് സ്വാഗതവും സിഞ്ചു സജിൻ നന്ദിയും പറഞ്ഞു. ചരമം. കുന്നംകുളം കക്കാട് മോസ്കോ റോഡിൽ പരേതനായ തടത്തിൽ ബാലൻ ഭാര്യ രുക്മിണി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. സത്യൻ, സജീവൻ, ഷീബ, ബിന്ദു, ബീന എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം റോഡ് ഉദയ നഗറിൽ പരേതനായ കുണ്ടുകുളങ്ങര ചെറിയാൻ വൈദ്യരുടെ ഭാര്യ സാറാമ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂർ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രദീപ് ചെറിയാൻ, പ്രകാശ് ചെറിയാൻ, പ്രമോദ് ചെറിയാൻ, പ്രഭ ജേക്കബ്, പുഷ്പരാജൻ, പ്രവീണ ജോസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഓർവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശക്തമായ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലാണ് കാട്ടകാമ്പാൽ, പുന്നൂർക്കുളം, വടക്കേക്കാട് മേഖലകളിൽ നാശനഷ്ടമുണ്ടായത്. കൃഷിയിടങ്ങൾ നശിച്ചു. മരങ്ങൾ വീണ് വീടുകൾക്കും നാശനഷ്ടം. വൈദ്യുതി ബന്ധവും തകരാറിലായി. കണി കാണാനൊരുങ്ങി മലയാളികൾ. പുതിയ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു വിഷുദിനം കൂടി. വിഷു ചന്തകളും സജീവം.
ഓശാന ഞായർ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് തുടക്കമായി. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. മത്സ്യബന്ധനത്തിനിടെ ഹൃദയാഘാതം മൂലം മത്സ്യത്തൊഴിലാളി മരിച്ചു. ചാവക്കാട് കൂട്ടായി സ്വദേശി കുറിയൻപുരയ്ക്കൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ മകൻ 51 വയസ്സുള്ള ഷാഫിയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.